മുൻപ് എത്ര വലിയ ബഡ്ജറ്റ് ചിത്രമാണെങ്കിലും നായികമാർക്ക് ഉയർന്ന വേതനം ലഭിച്ചിരുന്നില്ല. സൂപ്പർ താരങ്ങൾ കോടിക്കണക്കിന് പ്രതിഫലം പറ്റിയപ്പോഴും നായികമാരുടെ പ്രതിഫലം ലക്ഷങ്ങൾ മാത്രമായിരുന്നു. എന്നാൽ ദക്ഷിണേന്ത്യൻ സിനിമകൾ അപേക്ഷിച്ച് ബോളിവുഡിൽ കൂടുതൽ വേതനം നായികമാർക്ക് ലഭിച്ചു. എന്നാൽ പാൻ ഇന്ത്യൻ പടങ്ങളുടെ വരവോടെ ഇന്ത്യൻ സിനിമയുടെ പതിവ് സാമ്പത്തിക രീതിയിൽ മാറിയതോടെ ദക്ഷിണേന്ത്യൻ നായികമാരുടെ ശമ്പളം കോടി ക്ലബിലെത്തി. നിലവിൽ തെക്കിന്ത്യയിലെ ഏറ്റവും ഉയർന്ന വേതനം നൽകുന്ന നടിമാരുടെ പട്ടികയിൽ നയൻതാരയാണ് മുന്നിൽ. പ്രായം കൂടിയതിനാൽ നടിമാരുടെ വേതനവും മാർക്കറ്റ് ഇടിയും എന്നത് 40 വയസ്സായിട്ടും നയൻതാര മികച്ച തുകയാണ് കൈപ്പറ്റിക്കൊണ്ടിരുന്നത്. 'ജവാൻ' എന്ന ബോളിവുഡ് പടത്തിലൂടെ ഉത്തരേന്ത്യയിലും തന്റെ സാന്നിധ്യം രേഖപ്പെടുത്തുകയായിരുന്നു നയൻതാര. 1000 കോടി രൂപ വരുമാനം ഉണ്ടാക്കിയ ഈ പടത്തിന് ശേഷം ഇപ്പോൾ ഒരു പടത്തിന് 10 മുതൽ 12 കോടി വരെയാണ് ആവശ്യപ്പെടുന്നത് എന്നാണ് വിവരം. എന്നാൽ മറ്റൊരു നായിക നടി ഇപ്പോൾ നയൻതാരയ്ക്ക് പ്രതിഫലത്തെ വെല്ലുവിളിയായിരിക്കുന്നു എന്നാണ് വിവരം. സായി പല്ലവിയാണ് ആ നടി. 'അമരാൻ' 300 കോടി, 'തണ്ടേൽ' 100 കോടി എന്നീ പടങ്ങളുടെ വിജയത്തിലൂടെ സായി പല്ലവിയുടെ മാർക്കറ്റ് മൂല്യം വൻതോതിൽ ഉയർന്നിരിക്കുകയാണ്. 'തണ്ടേലിന്' 10 കോടി വേതനം സായി വാങ്ങിയതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇത് ഏതാണ്ട് നായക-നടന്റെ ശമ്പളത്തിന്റെ പകുതിയെങ്കിലും വരും എന്നാണ് റിപ്പോർട്ടുകൾ. സായി പല്ലവി ഹിന്ദിയിലെ രാമായണത്തിൽ സീതയെ അഭിനയിക്കുന്നുണ്ട്. രൺധീർ കപൂർ രാമനായും യശ് രാവണനായും അഭിനയിക്കുന്ന പടത്തിന്റെ ഷൂട്ടിംഗ് വേഗത്തിൽ പുരോഗമിക്കുകയാണ്. ഈ ഭാഗങ്ങൾ ഉള്ള ചിത്രത്തിന് 30 കോടി രൂപ വേതനമായി സായി പല്ലവി വാങ്ങുന്നു എന്നാണ് വിവരം. അതായത് ഒരു പടത്തിന് 15 കോടി, അങ്ങനെ രണ്ടെണ്ണത്തിനായി 30 കോടി. ഇതോടെ നയൻതാരയ്ക്കായി തെന്നിന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടിയായി സായി പല്ലവി മാറിയിരിക്കുക എന്നാണ് റിപ്പോർട്ടുകൾ.